ലാസ്റ്റ് വീക്കിലായിരുന്നു ആപ്പിൾ iOS 17 അവരുടെ ഏറ്റവും ടോപ്പ് അപ്ഡേറ്റ് ആയിട്ടുള്ള 17.2 അപ്ഡേറ്റ് റിലീസ് ചെയ്തത്. അതിനുശേഷം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു മൈനർ അപ്ഡേറ്റ് ആണ് 17.2.1. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എനിവേ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 17.2.1 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ്, ബഗ് ഫിക്സസ്, ബാറ്ററി പെർഫോമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ അപ്ഡേറ്റിൻ്റെ സൈസിൽ നിന്ന് തുടങ്ങാം. 17.2.1 നമ്മുടെ iPhone 15 Proയിൽ ലഭിച്ചേക്കുന്ന ഏകദേശം 300 MB അകത്താണ്. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസുകളും അതോടൊപ്പം പ്രീവിയസ്ലി നിങ്ങൾ ഏതെങ്കിലും അപ്ഡേറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 17.2 അപ്ഡേറ്റ് ആണ്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 GB 1.5 GB മുകളിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകും. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൻ്റെ വേർഷൻ നമ്പർ 21C66 ഇതാണ് വേർഷൻ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ macOS Sonoma 17.2.1, iOS 16.7.4, iPadOS 16.7.4 ഈ 3 അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചേക്കുന്നത്. ആൻഡ് ഫൈനലി, നിങ്ങൾ OTA അപ്ഡേറ്റ് ഓൺ ഡിവൈസ് ആണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സിസ്റ്റത്തിൻ്റെ സെറ്റിംഗ്സിൽ പോയി അതിൽ ജനറൽസ് ഓപ്ഷനിൽ പോയി എബൌട്ട് ഓപ്ഷനിൽ പോയി ഇവിടെ നമുക്ക് എന്തെങ്കിലും കരിയർ അപ്ഡേറ്റുകൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിം, ജിയോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ എയർടെൽ, ഐഡിയ അല്ലെങ്കിൽ BSNL, ഇതുപോലെ എന്തെങ്കിലും കരിയർ അപ്ഡേറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടെ ചെക്ക് ചെയ്യുക എല്ലാ അപ്ഡേറ്റ് കഴിയുമ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ഇതുപോലെ കാരിയറുകൾ, ഈ സിം പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും ഇതുപോലുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾ നമ്മുടെ സിമ്മിന് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിന് കൊണ്ടുവരുന്നതായിരിക്കും. അത് ചില അപ്ഡേറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ, എല്ലാ അപ്ഡേറ്റുകൾക്ക് ശേഷവും ഇതുപോലെ കാരിയർ അപ്ഡേറ്റ് കാണണം എന്നില്ല, എന്നാൽ ചില അപ്ഡേറ്റുകൾക്ക് ശേഷം ഇങ്ങനെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സിനകത്ത് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചിലപ്പോൾ ആ ഒരു പോപ്പപ്പ്, ഈ കാണുന്ന പോലത്തെ കരിയർ അപ്ഡേറ്റ് പോപ്പപ്പ് നമുക്ക് ലഭിക്കത്തുള്ളൂ. സോ ഈ ഒരു കരിയർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സിം ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ്, ഇപ്പം കോൾ ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ കോൾ കറക്റ്റായിട്ട് കണക്റ്റ് ആകാതിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് 5G ഡിസേബിൾ ആയേക്കുന്നു, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കാരിയർ അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നമുക്ക് അപ്ഡേറ്റ് സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ദിസ് അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സസ് ആൻഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ ജാപ്പനീസ് വേർഷൻ, ഇത് ട്വിറ്ററിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്ക്രീൻഷോട്ടാണ്. ഇത് സെയിം അപ്ഡേറ്റ് 17.2.1 ആണ്. സോ ഇതിൻ്റെ കൺവേർഷൻ, ഇതിൻ്റെ ഈ ലാംഗ്വേജ് നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദിസ് അപ്ഡേറ്റ് ഇൻക്ലൂഡ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സസ് ആൻഡ് അഡ്രസ്സസ് ആൻഡ് ഇഷ്യൂ വെർ ദ ബാറ്ററി മേ ഡ്രെയിൻ ക്വിക്ക്ലി അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. സോ ബാറ്ററി ഡ്രെയിനിങ്ങിനെ നമ്മൾ നോർമലി കാണുന്ന ഈ ഒരു അപ്ഡേറ്റിൻ്റെ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ പ്രസ് റിലീസ് നോട്ടിലോ നമ്മളിങ്ങനെ കാണാറില്ല. പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ജാപ്പനീസ് വേർഷനിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതേ സെയിം അപ്ഡേറ്റ് ബാറ്ററി ഡ്രെയിനിങ്ങിനെ ഫിക്സ് ചെയ്യാനുള്ള അപ്ഡേറ്റും കൂടിയാണ്. സോ ഇനി ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്ത ബഗ്ഗുകളെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സെറ്റിംഗ്സിൽ iCloud ഓപ്ഷനിൽ മെസ്സേജസ് ഇൻ ക്ലൗഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനുവലി iCloudലേക്ക് മെസ്സേജുകൾ സിങ്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഒരു പ്രോബ്ലം 17.2 ഉണ്ടായിരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് സിങ്ക് ചെയ്യാൻ, അതായത് സിങ്ക് നൗ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് സിങ്ക് ആകത്തില്ലായിരുന്നു. ആ ഒരു ബഗ് ആപ്പിൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സിങ്ക് നൗ എന്ന് പറയുന്നത് ഗ്രേ ഔട്ട് ആയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈഫൈ ആയിട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് ഇത് സിങ്ക് ആകാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ലഭിക്കാത്തത്. പക്ഷേ ഇപ്പം 17.2.1 അപ്ഡേറ്റിൽ അത് ഫിക്സ് ആയിട്ടുണ്ട്. നമ്മൾ സിങ്ക് ചെയ്താൽ പ്രോപ്പറായിട്ട് സിഗ്നോ കൊടുത്താൽ പ്രോപ്പറായിട്ട് സിങ്ക് ആകുന്നതായിരിക്കും. പിന്നീട് വന്ന ഫിക്സ് എന്ന് പറയുന്നത് വൈഫൈയുടെ കാര്യത്തിലാണ്. അതായത് വൈഫൈ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആകുന്നു. അതോടൊപ്പം തന്നെ ഒരേ സ്ഥലത്ത് നമുക്ക് മൾട്ടിപ്പിൾ വൈഫൈ ഉണ്ടെങ്കിൽ റേഞ്ച് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വൈഫൈ സ്വിച്ച് ആകുന്നില്ല എന്നുള്ളൊരു ബഗ്. ഇങ്ങനെയുള്ള ബഗ്ഗുകളെല്ലാം ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെതർ വിജിറ്റിൻ്റെ ബഗ്ഗായിരുന്നു. അതായത് പ്രോപ്പറായിട്ട് നമ്മളൊരു സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. അതായത് ആ വിജിറ്റിൽ നമുക്ക് ആ ഒരു സ്ഥലമോ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആകുന്നില്ല, അതിൻ്റെ കറക്റ്റ് വെതറോ ഇൻഫർമേഷൻസോ ഒന്നും അതിലേക്ക് ലോഡ് ആകുന്നില്ല എന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ആപ്പിൾ ഇതിൽ, അല്ലെങ്കിൽ ആ ഒരു ബഗ് ആപ്പിൾ ഇതിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കീബോർഡ് ബഗ്ഗാണ്. അതായത് നമ്മളിങ്ങനെ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്പോട്ട്ലൈറ്റ് സെർച്ചിലേക്ക് പോകുമ്പോൾ പ്രോപ്പറായിട്ട് കീബോർഡ് സ്റ്റക്കായി അല്ലെങ്കിൽ കീബോർഡ് കാണിക്കത്തേ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബഗ് ഉണ്ടായിരുന്നു. ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ അത് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം ആ ഒരു ആനിമേഷനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്, വളരെ ക്വിക്കായിട്ടുണ്ട്. നമുക്ക് ആ ഒരു കീബോർഡ് ബഗ് ഇപ്പം വിസിബിൾ അല്ല.
അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ വാച്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ഈ ഒരു അപ്ഡേറ്റും അല്ല, ഇതിന് മുന്നേ ഉള്ള പ്രീവിയസിലുണ്ടായിരുന്ന നമ്മുടെ 17.2 അപ്ഡേറ്റിൽ അല്ലെങ്കിൽ WatchOS 10.2 അപ്ഡേറ്റിൽ കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. അതായത് നമ്മൾ ഇതിൽ ഫോൺ ആപ്പ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന, അതായത് എപ്പോഴും എങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്ഥലത്തേക്ക് തൊടാനോ അല്ലെങ്കിൽ ഫേവറേറ്റോ കോൺടാക്റ്റോ റീസെൻറ്റോ ഇതൊന്നും ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ജിഗിൾ ചെയ്ത് പോകുന്നൊരു ബഗ് ഉണ്ടായിരുന്നു. സോ ആ ബഗ് ആപ്പിൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ 10.2 അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സെക്യൂരിറ്റി പാച്ചസിലേക്ക് വരുമ്പോൾ നമുക്ക് നിലവിൽ 17.2.1 അപ്ഡേറ്റിൽ യാതൊരു തരത്തിലുള്ള CVE എൻട്രീസും ആപ്പിൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് അപ്ഡേറ്റ് ഹാസ് നോ പബ്ലിഷ്ഡ് CVE എൻട്രീസ് എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ macOS Sonoma മാത്രം ആപ്പിൾ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എ യൂസർ ഹൂ ഷെയർസ് ദെയർ സ്ക്രീൻ മേ അൺഇൻറ്റൻഷനലി ഷെയർ ദ ഇൻകറക്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ പാച്ച് വൾണറബിലിറ്റി ഫിക്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സ്ക്രീൻ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാച്ചാണ് ആപ്പിൾ macOS Sonoma 14.2.1 അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻസിൽ വന്ന 2-3 കാര്യങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം വാറൻറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വാറൻറ്റി എക്സ്റ്റൻഷൻ. അതായത് ലോകത്ത് എവിടെ നിന്ന് വാങ്ങുന്ന ആപ്പിൾ ഡിവൈസ് ആണെങ്കിലും ബ്രാൻഡ് ന്യൂ ആപ്പിൾ ഡിവൈസ് ആണെങ്കിലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ഐഫോണോ ആപ്പിൾ ഡിവൈസോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ വാറൻറ്റി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈവൻ നിങ്ങൾ ആപ്പിൾ കെയർ പ്ലസ് പോലുള്ള 2 ഇയർ പ്ലാൻസ് ആണ് എടുക്കുന്നതെങ്കിൽ പോലും ആ രാജ്യത്ത് നിലവിലുള്ള ആപ്പിൾ കെയർ പ്ലസിൻ്റെ അനുബന്ധിച്ചുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ആ രാജ്യത്ത് ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് തെഫ്റ്റ് പോലുള്ള ഫ്രീ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ US അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിൽ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ സൗദിയിലുള്ള നിയമം. നമുക്കറിയാം, അവിടെ വാങ്ങുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾക്കെല്ലാം 2 ഇയർ വാറൻറ്റിയാണ്. ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ വാറൻറ്റി ആണെങ്കിലും സൗദി വാങ്ങുന്ന അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന ഡിവൈസുകൾക്ക് നിങ്ങൾ സൗദിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ വാറൻറ്റി 1 ഇയർ വാറൻറ്റി ആയിരിക്കും ആപ്പിളിൻ്റെ സെറ്റിംഗ്സിൽ കാണിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ ഒരു 1 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഫൈനലി പെർഫോമൻസ് ആൻഡ് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് ഇതുവരെയുള്ള എൻ്റെ യൂസേജിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള, അതായത് 17.2 അപ്ഡേറ്റ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട ഒരു നല്ല അപ്ഡേറ്റ് തന്നെയായിരുന്നു 17.2 അപ്ഡേറ്റ്. അത് നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോസിലെല്ലാം പറഞ്ഞ കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഡിവൈസും iOS 17 യൂസേഴ്സ് എല്ലാം തന്നെ 17.2 അപ്ഡേറ്റ് ചെയ്യുക. ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. അതിന് പുറമെയാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് 17.2.1 വളരെ മൈനറായിട്ടുള്ള വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സിനോ പരമായിട്ടല്ല ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത്. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. വെറും 200-300 MB അകത്തുള്ള അപ്ഡേറ്റ് ആണ്. സോ അത്ര വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാനുമില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ ഇത് ബാറ്ററി ഡ്രെയിനിങ്ങിന് ഫിക്സ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ്ങിനെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് 17.2.1 എന്ന് പറയുന്നത്. സോ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്ര അപ്ഡേറ്റ് കഴിഞ്ഞു 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴും 15 Proയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100% തന്നെയാണ്. ഞാൻ ലിമിറ്റ് ഇട്ടേക്കുന്ന ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് 80% ലിമിറ്റിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുമ്പോൾ 17.2 ആയിക്കോട്ടെ 17.2.1 ആയിക്കോട്ടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, നമ്മൾ 17.2.2 അപ്ഡേറ്റിൻ്റെ ഫോളോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പാണ് ഈ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെയുള്ളൊരു ബാക്കപ്പാണ് ഇതിലും നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി 17.2.1 അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 17.2.1 അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങൾ. സോ ഇനി ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ, നിലവിൽ 17.2 അപ്ഡേറ്റ് ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോശമല്ലാത്ത ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം പെർഫോമൻസും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ 17.2.1 അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ മേജറായിട്ടുള്ള സെക്യൂരിറ്റി വൾനറബിലിറ്റി ഫിക്സോ പാച്ചോ ഒന്നുമില്ല. 2-3 ബഗ്ഗുകളുടെ മാത്രം ഫിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. ആ പറഞ്ഞ ബഗ്ഗുകൾ എല്ലാ ഡിവൈസുകൾക്കും ഉണ്ടെന്ന് അല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ള നിർബന്ധവും ഇല്ല. അതായത് നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അപ്ഡേറ്റിൽ മോശമല്ലാത്തൊരു പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. എന്നാൽ നിങ്ങൾ നിലവിൽ റണ്ണ് ചെയ്യുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാറ്ററി ഡ്രെയിനിങ് അല്ലെങ്കിൽ പെർഫോമൻസിൽ ഹിക്കപ്പ് ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാപ്പോ കമ്പ്യൂട്ടർ ഉള്ളവരാണെങ്കിൽ iTunes ഉപയോഗിച്ച് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി OTA ഫോൺ വഴി തന്നെ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ബഗ്ഗുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് 17.2.1 പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.